ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ആ നാട്ടിൽ ഒരു വൻമരം ഉണ്ടായിരുന്നു. ഒരു കുട്ടിയും മരവും ചെങ്ങാത്തത്തിൽ ആയി. കുട്ടിക്ക് പഴങ്ങൾ പറിക്കാൻ മരം ചില്ലകൾ താഴ്ത്തി കൊടുക്കും. കളിക്കാൻ പൂക്കളും ഇലകളും നൽകും. എന്നാൽ വലുതായപ്പോൾ കുട്ടി മരത്തെ മറന്നു. ഒരിക്കൽ മരം പറഞ്ഞു, നിന്നെ ഇപ്പോൾ കാണാനില്ലല്ലോ. കുട്ടി ചോദിച്ചു, ഞാൻ എന്തിനാ വരുന്നത്? നിന്റെ കയ്യിൽ പണമുണ്ടോ? മരം പറഞ്ഞു, എൻ്റെ പൂക്കളും പഴങ്ങളും വിറ്റാൽ പണം കിട്ടും. അവൻ അതുപോലെ ചെയ്തു, പണം സമ്പാദിച്ചു. വർഷങ്ങൾക്ക് ശേഷം മരം ചോദിച്ചു, എൻ്റെ കൊമ്പിൽ ഊഞ്ഞാലാടാമോ? അവൻ പറഞ്ഞു, ഞാൻ വീടുണ്ടാക്കുന്ന തിരക്കിലാണ്. മരം പറഞ്ഞു, എൻ്റെ ശിഖരങ്ങൾ വെട്ടി വീട് ഉണ്ടാക്കിക്കൊള്ളൂ. അവൻ വീട് പണിതു. കാലങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ മരം ചോദിച്ചു, നീ എന്നെ കെട്ടിപ്പിടിക്കുമോ? അവൻ പറഞ്ഞു, സമയമില്ല, ഈ നാട് വിടണം, ബോട്ടുണ്ടാക്കാൻ ഒരു മരം വേണം, എന്നെ വെട്ടിക്കോളൂ എന്നു മരം. അവൻ ബോട്ടുണ്ടാക്കി യാത്രയായി. ഇനി ഒന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് തിരിച്ചു വന്നുമില്ല. മരം കുറ്റിയായി നിൽപ്പുണ്ട്. സ്നേഹത്തിനും സ്വാർത്ഥതയ്ക്കും രണ്ടു ഭാവങ്ങളാണ്. ഒന്ന് നൽകലിൻ്റെയും മറ്റത് പിടിച്ചു വാങ്ങലിൻ്റെയും. സ്നേഹത്തിന് അഹംഭാവമില്ല. വിട്ടുവീഴ്ചയും സ്വയം ചെറുതാകലും മാത്രമേ ഉള്ളൂ. പടർന്ന് പന്തലിക്കുന്ന സ്നേഹബന്ധങ്ങൾക്കിടയിൽ ചിന്തകളുടെ വൈരുദ്ധ്യത്തേക്കാൾ വികാരങ്ങളുടെ അടുപ്പമുണ്ടാകും. തന്നിലേക്ക് വലിച്ചടിപ്പിക്കുന്നതല്ല, താഴേക്ക് ഇറങ്ങി ചെല്ലുന്നതാണ് സ്നേഹം. പകരമൊന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹം മാത്രമേ വിശുദ്ധമാകൂ. ആവശ്യമുള്ളപ്പോൾ മാത്രം സ്നേഹിക്കുന്നവരുണ്ടാകാം. ഉള്ളിൽ വിരോധം നട്ടുവളർത്തി പുറമേ സ്നേഹത്തിൻ്റെ ഇല പൊഴിക്കുന്നവരുമുണ്ടാകാം. ആരുടെ മുന്നിലും തിരിച്ചു ചോദിക്കാത്ത സ്നേഹത്തിൻ്റെ വിത്തുകൾ വിതറാനാകണം.